അതിൽ ചാരിയിലേല് കാക്ക അത്രയും വീടിനകത്ത് കയറി എല്ലാം കൂടെ മുടിപ്പിക്കും. മുമ്പ് ജനലിൽ കൂടെ കയറുമായിരുന്നു. മിക്കമ്മേ മിക്കമ്മേ നമുക്ക് കുളിക്കാമോ? എത്ര ദിവസമായി കുളിച്ചിട്ട്? ബാ ഇറങ്ങ, ബാ. ഇപ്പൊ ഭയങ്കര കൊഞ്ചാടലായിരിക്കും. മിക്കമ്മേന്ന് വിളിച്ച കൊടുക്ക. ബാ വാടിക്കണ്ട. മിക്കമ്മേന്ന് വിളിച്ച പിന്നെ ഭയങ്കര കൊഞ്ചാടലാണ്. പിന്നെ എഴയും. പട്ടാളത്തില് ട്രെയിനിങ്. ഇങ്ങോട്ട് വാ. അസൂയാലൂന് തുടങ്ങി. അസൂയാലൂന്. ബാ കുളിക്കാൻ ബാ. എണീച്ചൊന്ന് നടന്നു വാ മിക്കി. അയ്യോ വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. അയ്യോ ഇഞ്ഞ വാ, എണീച്ച് വാ, കുളിക്കണം. വാ. ഇതെന്തിരി കാണിക്ക? ഭയങ്കര ചെല്ലം തന്നെ. ഇത്തിരി ഓടിപ്പിച്ചാ പിന്നെ തീർന്നു. വാ പൊന്നപ്പി, എനിക്ക് നിന്റെ ഇടഞ്ഞോണ്ടിരിക്കാൻ നേരമില്ല. ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് ബാ. ഇവിടെ ഇരി, കുളിക്കാം. എന്റെ ഓസിന്റെ തുമ്പ അവിടെ. അപ്പോഴും എന്റെ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ മടിയൊന്നുമില്ല കേട്ടാ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സമയം ഇല്ലാത്ത പാടേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ചൂടല്ലേ, ചൂടായോണ്ട് കുളിപ്പിക്കണം. ആദ്യം കോരട്ടെ. ഇത് ലാസാപ്സ് വേണേ. ഇവളെ ഹെയർ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അവർക്ക് ഇടയ്ക്കൊരു സ്കിൻ ഇൻഫെക്ഷൻ വന്നു. ഈ ചൂട് സമയത്ത് ഇവർക്ക് അങ്ങനെ വരും. ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചൂട് സമയത്തും പ്രഗ്നൻസി കഴിഞ്ഞൊക്കെ അവളെ കാണാൻ പറ്റിയ നമ്മൾ ഏതോ ഒരു ജീവി പോലെ ഇരിക്കും. ഭയങ്കര വൃത്തിയിലാണ് കാണാൻ. പക്ഷെ ഭയങ്കര ഹെയർ ആണ്. അപ്പം പക്ഷെ ഇതാണ് പ്രശ്നം. അമ്മ ഇല്ലേ എന്ത്? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. റോഡ് തൂക്കാൻ പോയി എന്നാണ് തോന്നണേ. ഇപ്പൊ ഒരു റോഡ് തൂക്കല്, പിന്നെ വീടിന്റെ നമ്മളെ തെങ്ങിന്റെ പണ്ട് തൂക്കുമായിരുന്നു. തെങ്ങിന്റെ മൂട് തൂത്തുകൂട്ടി വെക്കും. അപ്പൊ ഞാൻ ഈ ഉള്ള മണ്ണ് അത്രയും ചരലും മണ്ണും കൂടെ തെങ്ങിന്റെ മൂട്ടി കയറ്റുമായിട്ട് ഞാൻ എന്ത് ചെയ്ത് തൂക്കല് നിർത്തിച്ച്. ഇപ്പം വീണ്ടും തൂക്കല് തുടങ്ങി. ഞാൻ പിന്നെ തടയാൻ പോകൂല. ഇപ്പൊ അറിഞ്ഞ് ഓരോന്ന് ചെയ്യുമ്പം നമുക്ക് നല്ലതല്ലേ. ചറവി താഴെ പോവേയുള്ളൂ പട്ടി. സുഖം പിടിച്ചിരിക്കണം. പെണ്ണേ, യെസ്. എവിടെ? എന്തെങ്കിലും ചെയ്യട്ടമ്മ. ഞാൻ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ചെയ്യാതിരുന്നാ പറയാ. നീ പട്ടിയൊക്കെ കുളിപ്പിക്കാൻ നിനക്ക് വേല. പിന്നെ പട്ടി ആര് കുളിപ്പിക്കും? തുണി കഴുകണ. ഓ, തുണി കഴുകിയല്ല, തുണിയൊക്കെ കഴുകി തീർന്നിട്ടാണ് പട്ടിയെ കുളിപ്പിക്കണം. ഇനി മീനൊന്നും വാങ്ങിച്ചിട്ട്? മീനൊക്കെ വച്ചല്ലമ്മ രാവിലെ. അതൊക്കെ രാവിലെ 6-7 മണിയാകുമ്പോ കഴിയൂലേ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ 7 മണിയാകുമ്പോ ഇവിടെ ചോറും മീനൊക്കെ ആവൂന്നുള്ള കാര്യം? നമ്മക്ക് അറിഞ്ഞൂടാ. നമ്മക്ക് എന്തൊരറിയാം. നീ എന്തേര് കാണിച്ചോണ്ടിരിക്കാനാ? പട്ടിയെ കുളിപ്പിക്കണ്ടേ? പട്ടിയെ കുളിപ്പിക്കാനും നിനക്ക് അന്നേരം? ബാക്കി ജോലിയൊക്കെ തീർന്നമ്മ. ജോലിയൊക്കെ രാവിലെ തീർന്നപ്പോ പട്ടിയെ കുളിപ്പിക്കണം. പട്ടിയെ കുളിപ്പിക്കണ്ടേ? നിനക്കിപ്പോ പട്ടിയെ കുളിപ്പിക്കാവേ? പിന്നെ പട്ടിയെ കുളിപ്പിക്കണ്ടേ? കുളിപ്പിക്കണ്ടെന്നാണോ നിങ്ങൾ പറയണ? കൊള്ളാം. മണക്കണ സോപ്പിട്ടാണോ പട്ടിയെ കുളിപ്പിക്കണ? അമ്മ മണക്കണ സോപ്പിട്ടല്ല കുളിപ്പിക്കണത്. കുളിപ്പിക്കണതിന് അവർക്ക് ഷാമ്പു ഒക്കെ ഉണ്ട്. പട്ടികളുടെ ഷാമ്പു നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുകൊണ്ട് പട്ടിക്കൂട്ടിന്റെ മേളിൽ മരുന്നുകൾ ഇരിക്കണേ. അതിന്റെ കൂടെ ഇവരുടെ ഷാമ്പു ഉണ്ട്. പക്ഷേ ഷാമ്പു തീർന്നു പോയി. എവിടെയാണെങ്കിൽ കുളിപ്പിക്കേണ്ട അത്യാവശ്യവും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവള് കുറെ ദിവസം ആയില്ലേ കുളിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഷാമ്പു നിങ്ങളെ മോൻ ഇന്ന് വൈകുന്നേരം വാങ്ങുള്ളൂ. ഇവിടെ ഇല്ല, PMGയിൽ പോയാണ് വാങ്ങണം. അല്ല, PMGയിലല്ല, കുഴപ്പമൊന്നും. അപ്പം പാട് എനിക്കിനി അത് നോക്കിക്കൊണ്ടിരിക്കാൻ നേരം. ഇന്നാകുമ്പോ ഇത്തിരി ജോലിയൊക്കെ നേരത്തെ തീർന്നു. അയ്യോ, മൂത്തും തെറച്ചു. പട്ടി രാത്രി ചെള്ളൊന്നുമില്ല? ഇല്ലമ്മ, ചെള്ളൊന്നുമില്ല. അത് നിങ്ങളെ മോ താണ്ട ഗുളിക വേണ്ട ഇതിന്റെ ദേഹത്ത് ചെള്ളൊന്നുമില്ല. അത് നിങ്ങളെ മോനെ ഗുളിക വാങ്ങിച്ചു കൊടുത്താണ് ഈ ചെള്ളൊക്കെ കളയണം. 1200 1300 രൂപയാണ് ഈ ചെള്ളു പോണേന്റെ ഗുളികയുടെ വില. അതറിയാമോ? അത് വാങ്ങിച്ചു കൊടുത്താണ് ഈ അത് നമ്മൾ മരുന്ന് കൊടുക്കണം, ഗുളിക കൊടുക്കണം. 3 മാസത്തിലൊരിക്കൽ 6 മാസത്തിലൊരിക്കൊക്കെ ഗുളികൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ചെള്ളൊന്നും ഇല്ലാത്തത്. എന്ത് വൃത്തിന്നുണ്ടാ പട്ടിയുടെ ദേഹം. ഈ ഇത്രയും പറമ്പില് ഈ ചൂടത്ത് ഇവിടെ ദേഹത്ത് ചെള്ളില്ലാത്തതാണ് അമ്മയുടെ സംശയം. ഇത് വെള്ളച്ചിയല്ലേ? ഓ, ഇത് വെള്ളച്ചി. ഇവിടുത്തെ ഓരോ പട്ടികൾക്ക് അമ്മ ഓരോരോ പേരിട്ടിട്ടുണ്ട്. വെള്ളച്ചി, കറുപ്പച്ചി. ഓരോ പട്ടികൾക്കും ഓരോ പേര്.
എന്താണേ? കുടയാൻ നേരത്ത് വെളുത്താളത്തായിരിക്കും. പിന്നെ പട്ടികളാകുമ്പോ കുറയൂല, അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ഇട്ട് നിക്കുന്നത്. ഡോറയുടെ ദേഷ്യം നോക്കിയാണ്. ഡോറേരാ എന്നെ ഒന്ന് കൊഞ്ചാടിയെന്നൊരു തെറ്റേ ഞാൻ ചെയ്തോളും. ഹെയർ ഇല്ല, ഹെയർ അത്രയും നമ്മൾ വെട്ടിക്കളഞ്ഞു. അത് തന്നെ വേല. എന്റെ കാര്യം നോക്കാൻ നേരമല്ല. നിങ്ങളുടെ എന്ത് കാര്യം ഇനി നോക്കണം? കാപ്പി കുടിച്ചാ? കാപ്പിയെ അവിടുന്ന് കാപ്പി കുടിച്ചില്ലേ? കാപ്പിയെ പിന്നെ ഒന്നും കുടിച്ചില്ല, ചായയല്ലേ കുടിച്ചത്. പിന്നെ എന്തൊരു തിന്ന്? കലാരം 2 ദോശന്നാ വീത്ത. എത്ര? 3 4 ദോശന്ന്. അതറിഞ്ഞാ മതി, അതെനിക്കറിയണം. അത് നീച്ച് കാപ്പി കിട്ടി. അമ്മ കാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ചായയും പലഹാരത്തിനെയാണ് നമ്മൾ കാപ്പി കുടിച്ചാന്ന് ചോദിക്കണം. മനസ്സിലായ? ചായ 1 ഗ്ലാസ് ചായയില് എന്തിരിക്കുന്ന. പിന്നെ എന്തിനു വേണം? കാപ്പിയും കൂടെ ആയിട്ട്. കാപ്പി ഇടാൻ എനിക്ക് കൈ ഒഴിവില്ലമ്മ. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല. ഇതൊക്കെ തന്നെ വേല. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ? നമ്മളെ വീട്ടില് ചെയ്യാം. അതും പട്ടികള് നമുക്ക് ജോലിക്ക് ആളെ നിർത്താൻ പറ്റൂ? ഒന്നും വന്നില്ലല്ല, ഞാൻ ഒരു പിടി പിടിച്ചാലേ ഉള്ളൂ. വേദന സഹിക്കാത്ത ഒരു പട്ടി തന്നെ പൊന്നപ്പീനി. കുള്ളിപ്പയാ പിള്ളേര് കുള്ളിപ്പലേ? പിള്ളേര് സ്കൂളിൽ പോയി. പിള്ളേര് പോയി. ഞാൻ സാറിന് പള്ളിക്കൊണ്ട് വരത്തേനെ. ഓ എന്തായാലും ശല്യായിരുന്നു. ആര്? അന്നും 10 മണിയായിട്ട് കുളിക്കണം. ആര് ശല്യം വരുന്നമ്മ? പിള്ളേര് ഭയങ്കര ശല്യം വരുന്ന. കൊച്ചുങ്ങൾ ഉള്ളതാണമ്മ വീടിന്റെ ഐശ്വര്യം, അതറിയാമോ? ഇന്ന് 10 മണിയായിട്ട് കുളിക്കാം. അത് ഞാൻ ഉടുപ്പ് പാവാട ഇട്ടത്. പാവാട ഇട്ട് കൂടെ പോണം. അങ്ങനെ ഇരിപ്പിന്റെ അവിടെ അത് മറിഞ്ഞ് ഇനിയായിരുന്നു. ഇന്നലെ നോക്കിയില്ലായിരുന്നു. നിനക്ക് ആ ചെറുക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെയായിരുന്നു. എന്തരമ്മ ഇതൊക്കെ നീ എന്തിരി ചെയ്യണ? അമ്മ നിങ്ങളെ മോനും ഇവിടെ ജോലിയുണ്ട്. നിങ്ങളെ മോൻ വെറുതെ നിക്കണുണ്ടാ? നിങ്ങളെ മോൻ മിണ്ടായിരിച്ചേ. നിങ്ങളെ മോൻ കിട്ടുന്ന സമയത്ത് ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണണില്ലേ? കാണുന്നില്ലേ അമ്മ? കാണുന്നുണ്ടാ? ഇതൊക്കെ ജോലി. അമ്മ നമ്മളെ വീട്ടിലെ ജോലികൾ നമ്മളല്ലേ ചെയ്യേണ്ടത്? വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാണ്. വേറെ പണി ഇഷ്ടമാതിരി ഉണ്ടമ്മ, ഇഷ്ടമാതിരി പണി കിടക്കെന്ന കേട്ടാ. ചന്തയിലൊന്നും പോണില്ലേ? ചന്തയിലൊന്നും പോണില്ലേ? ചന്തയിൽ എന്തിനു പോണത്? ചന്തയിൽ പോണ്ടല്ല, മീനും മലക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കല്ലേ. ഓടണ ചന്തയിലേ ഓടും. മീനും മലക്കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടമ്മ. മീനും മലക്കറിയേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് മലക്കറി കൂട്ടാൻ വെച്ചാ ഒക്കൂല. അവിയലും വെച്ച് സാമ്പാർ വയ്ക്കണ. ഇന്നലെ എന്തായിരുന്നമ്മ കറി? മലക്കറി കൂട്ടാനല്ലേ തന്നല്ല? അല്ല എന്തുണ്ടായിരുന്നു? അതിലൊക്കെ കൊണ്ട് വാഴക്കയും കത്തിരിക്കയും. അതല്ലേ അവിയല്? നമ്മുടെ നാട്ടില് വാഴക്കയും കത്തിരിക്കയും ചേനയും അമരക്കയൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് അവിയല്. ഇന്നലെ അത് തന്നെ എത്തുന്നത്. എനിക്കിതൊക്കെ അറിഞ്ഞാ മതി, നിങ്ങളിതൊക്കെ അറിയണം. നിനക്ക് അതൊന്നും വയ്ക്കൂല. നീ മീനുണ്ടെങ്കിലേ വയ്ക്കുള്ളൂ. രാവിലെ ഇപ്പൊ ആഹാരം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് വിചാരിച്ചോ, ആരെങ്കിലും വന്ന് ചോദിക്കും. ഇപ്പൊ ആരെങ്കിലും അല്ല, മോൻ, വേറെ ആരും ചോദിക്കൂല. മോൻ വന്ന് ചോദിക്കും എല്ലാം തിന്നാ? ഒന്നും തിന്നില്ല, ഞാൻ ഒന്നും തിന്നില്ലെന്ന് പറയും. അപ്പൊ ഞാൻ ഇതും കേട്ടും കൊണ്ട് ആദ്യം അങ്ങേര് ഓടി വന്ന് എൻ്റെ കൂടെ ദേഷ്യപ്പെടും. എന്നിട്ട് ചോദിക്കും കൊടുത്തില്ലേ നീ അമ്മയ്ക്ക്? നീ തിന്ന്, നിന്റെ മക്കളെ തിന്നു. അപ്പൊ ഞാൻ പറയും കൊടുത്ത് മനുഷ്യ, കൊടുത്ത്. ഞാൻ കൂടെ പോയി നിന്നിട്ട് ചോദിക്കും എന്തിന് കഴിച്ചെന്ന് ചോദിക്കുമ്പോ പുട്ട്, ദോശ, ഇഡ്ഡലി, ഇങ്ങനെ കണക്ക് പറയും. ആദ്യമൊക്കെ ഭയങ്കര സങ്കടമാണ് നമുക്ക്. അങ്ങനെ എന്ന് വെച്ചാല് ഇപ്പോഴും അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോഴും ഇങ്ങനെ പറയുള്ളൂ. കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചാലും ഓർമ്മക്കുറവൊന്നുമല്ല. ഓർമ്മ കുറവാണെങ്കിൽ എന്റെ പിറകെ പറയൂ. പക്ഷെ അമ്മ അങ്ങനെ പറയുള്ളൂ. പറയാൻ ഒരു മടി. ഞാൻ കഴിച്ചു, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ എന്ന് പറയാൻ ഒരു മടി. ഓർമ്മ കുറവാണെങ്കിൽ അതിന്റെ പിറകെ ഞാൻ ഇപ്പൊ ഒന്ന് ചോദിക്കുമ്പം എന്തിനു കഴിച്ചു എന്ന് ചോദിക്കുമ്പം വീണ്ടും 1, 2, 3, 4 ഇങ്ങനെ എണ്ണങ്ങളൊക്കെ പറയൂലല്ലോ. അപ്പൊ ഓർമ്മക്കുറവല്ല, പറയാനൊരു മടി. ഇപ്പൊ കഴിച്ചു, ഇപ്പൊ ഞാൻ കഴിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയാനൊരു മടി.
പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ഫീലിങ്സ് ഉണ്ടാവുമായിരുന്നു. പിന്നെ 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 കാലക്രമേണ അത് മാറി. നമ്മളതൊരു ഇതാക്കി. നീ ആയോണ്ടാണ് വന്നെ അതൊക്കെ കായ് പറയണം. പറയാ നീ ആയോണ്ടാണെന്ന്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓ പീണിക്കിളീരെ ബീളി. കുളിക്കണം വല്ലപ്പോഴും ഒക്കെ. ചെറുക്കൻ ജോലിക്ക് വേണോ? എന്താ ചെറുക്കൻ ജോലിക്ക് പോണോ? ചെറുക്കൻ ജോലിക്ക് പോണ്ടേ. പിന്നെ ജോലിക്ക് പോയി. നീ ഇപ്പം പോണ? ഞാൻ ഒരിടവും പോണില്ലമ്മ, ഞാൻ വീട്ടിൽ തന്നെ. നിങ്ങളല്ലേ പറഞ്ഞത് ജോലിക്ക് പോണ്ട. ഇനിയിപ്പോ കുട്ടികളൊന്നുമില്ലേ? കുട്ടികളില്ല, കുട്ടികളാവും. എന്ത് വേണോ? കുട്ടികൾ വേണോ? ഞാൻ പട്ടികുട്ടികളെ കൊണ്ടൊന്ന് വളർത്തണ എനിക്ക് ഇവിടെ ഒന്നുമില്ല. നീ എപ്പോഴും മിരിക്കണം ജോലിക്കാനും പോലെ. എന്നെ ജോലിക്ക് പോണ ഇഷ്ടമല്ല. ഞാൻ ജോലിക്ക് പോണത് സമ്മതിക്കൂല. ചേട്ടൻ എപ്പോഴും പറയും അവര് വയ്യായിക ഉള്ളതുകൊണ്ടാണ്. നേരെ ചൊവ്വ ആയിരുന്നെങ്കിൽ നിന്നെ ജോലിക്കൊന്നും വിടൂല, മീനും മലക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരുന്നേന്ന്. ജോലിക്ക് പോണ ഇഷ്ടമല്ല. നീ ജോലിക്ക് പോകാനും എനിക്ക് ഒറ്റയ്ക്ക് പേടിയാവും. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ വീട്ടിന്നത്. അമ്മയച്ഛനും അമ്മയച്ഛൻ ഇല്ലാത്തോണ്ടാ? മരിച്ചു വരുകൊണ്ട് എനിക്ക് പേടിയാണ്. മരിച്ചു കൊണ്ട് പേടിയാ? ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ? അതെന്ത് കാര്യം? എന്ത് അവര് ആരുമില്ലല്? അച്ഛനും അമ്മയും ഇല്ലല്. അവരുണ്ടെങ്കിൽ കുഴപ്പമില്ലേ? അവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവരെയൊക്കെ നോക്കും തന്നെ. ഇപ്പൊ അവരാരും ഇല്ലാത്തോണ്ട്, രണ്ടുപേരും ഇല്ലാത്തോണ്ട് എനിക്ക് പേടിയാണ്. തന്നെ. ഞാൻ അതുകൊണ്ട് ആ ബേറ്റിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കില്ല. ഒറ്റയ്ക്ക് ഇരുന്നാ കിടന്ന് വിളിക്കും. ആരുമ്മ? ഞാൻ തനിക്ക് കിടന്ന് വിളിക്കും. വിളിക്കോ? പക്ഷെ ഞാൻ ഇതുവരെയ്ക്ക് കേട്ടിട്ടില്ലല്ലോ വിളിക്കണെന്നും. അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന കിടന്ന് വിളിക്കും. അപ്പൊ നീ കേൾക്കയില്ല? ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ കേൾക്കയില്ല. ഇവിടെ കേക്കാത്ത? സൗണ്ട് കൂട്ടി പറയണെങ്കിലേ കേക്കുള്ളൂ. അല്ല, നിങ്ങൾ പതുക്കെ അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണുണ്ടല്ലോ. ഞാൻ അതാണ് വിളിക്കാത്തത്. നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കയില്ലേ ഏമ്മ? ഞാൻ അതാണ് ഒറ്റയ്ക്ക് പേടിയാണ്. നീ ഇതൊക്കെ നിർത്തിയിട്ട് വില വ്യാപിക്കാം. വെള്ളമോട് വ്യാപിക്കാൻ വെള്ളമോട് വ്യാപിക്കാറുണ്ടോ? അമ്മ ഞാൻ വേവിച്ചമ്മ. ഞാൻ രാവിലെ ചോറ്, തോരൻ, ബീട്രൂട്ട് തോരൻ, ബീട്രൂട്ട് കിച്ചടി, മീൻ പൊരിച്ചത്, മീൻ കറി വെച്ചത്, ഇത്രയും വച്ച്. പിന്നെ ദോശ, ചമ്മന്തി. ഇത് നിങ്ങളും കഴിച്ചല്ല? കാപ്പി എന്തിനിടണത്? ഇപ്പൊ കുടിച്ചേലേ ഉള്ളു. ഇപ്പൊ അങ്ങോട്ട് കുടിച്ചിട്ട് സമയമായതല്ലേ ഉള്ളു അമ്മ. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നാ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ജോലികളും കൂടെ ഒക്കെ തീർക്കണ്ടേ? കാപ്പി അവനൊക്കെ കഴിച്ചിട്ട് തന്നെ പോയത്. അങ്ങനൊക്കെ കഴിച്ച് കേട്ടോ. വെളുത്താ? ചുന്നരിയായാ? തറയെ കിടന്ന് ഉരുളും. വെള്ളച്ചായത് തന്നെ. ഞാൻ തറയെ കിടന്ന് ഉരുളാൻ സമ്മതിക്കില്ല. തറയെ കിടന്ന് ഉരുളും. ഇല്ല, ഞാൻ എടുത്തോണ്ട് പോവും. എടുത്തോണ്ടേ കൂട്ടിക്കൊണ്ടാക്കും. അപ്പൊ നീ എടുത്തോട് തലയെ കടന്ന് കൊള്ളും. ഇനി അടുത്തൊരെണ്ണത്തിന് എടുക്കും. അതാണ് ചടങ്ങ്. അതിൽ 4 മണിക്കൂർ എടുക്കും. പിന്നെ ഈ പൂരിനെ നിർത്തിയില്ലേ? ഇതിനെയും കൂടെ കുളിപ്പിക്കണോ അമ്മ?
ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ചരക്കിനെ ഞാൻ പൊക്കിയെടുത്തോണ്ട് വന്നു. ഇത് എന്തൊരു കണ്ണാമൂണ്ടി കുണ്ടണി. ഇപ്പം ഇരിക്കണ കോലം കണ്ട വെറുതെ കുളിപ്പിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ നോക്കണേ. എപ്പോഴായാലും നമുക്ക് തുറന്നുവിട്ടല്ലേ പറ്റുള്ളൂ. വെറുതെയാണ് കുളിപ്പിക്കണ. അതിനെ കുളിപ്പിച്ചോണ്ടിരിക്കാന്ന് വേല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോവാമ്മ. ഇതാണെങ്കിൽ കുറെ കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇതിനെ കുറച്ച് കട്ട് ചെയ്ത് കളയാനും ഉണ്ട്. ചെവിയേത് മുടിയേന്ന് പറഞ്ഞിട്ടല്ലപ്പാ പെണ്ണേ. മുടി വെട്ടണ? മുടി വെട്ടണം അമ്മ. അതിന്റെ മുടിയേ ഇത് മുടി ഭയങ്കര മുടിയായോണ്ട് എല്ലാം കട്ടയൊക്കെ പിടിച്ച്. നമ്മളെ വെട്ടാണ്ട് ഇത്തിരി കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും കേട്ടാ. വൃത്തിയൊന്നും കാണൂല. പക്ഷെ എന്നാലും കാര്യം നടക്കണമല്ലോ. ഈ പരുവത്തിനെ ഗ്രൂമിംഗ് ഒന്നും വയ്യ. എല്ലാരും കുളിപ്പിക്കാൻ നിക്കല്ലേ വേണ്ട. എല്ലാരും കുളിപ്പിക്കാൻ വേണ്ട. പിന്നെ ആരെ കുളിപ്പിക്കണം? നിന്റെ മതിയാക്കി ഇതിനെ കൂടെ കുളിപ്പിച്ചിട്ട് മതിയാക്ക്. ശരി, ഇതിനെ കുളിപ്പിക്കട്ടാ. ശിവരാത്രി എന്ന്? ശിവരാത്രി ഞായറാഴ്ച. ഞായറാഴ്ച? അപ്പൊ നീ ഒന്നും ഉണ്ടാക്കല്ലേ? ഞായറാഴ്ച ഉണ്ടാക്കിയ പോരെ. ഞായറാഴ്ച ഉണ്ടാക്കിയ പോരെ. എന്തിനും ഉണ്ടാക്കണ? സാധാരണ ശിവരാത്രിക്ക് എന്താണ് അമ്മ ഉണ്ടാക്കണ? എനിക്കറിഞ്ഞൂടാ. എന്നാലും ഒന്ന് പറ. ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, പറ. നീ ദ്വാശ വയ്ക്കോ? വേറെ എന്തൊരു ഉണ്ടാക്കും ശിവരാത്രി? ഇഡ്ഡലി സാമ്പാറും മതി. പിന്നെ വേറെ എന്തൊണ്ടാക്കും ശിവരാത്രി? ഉണ്ടാക്കും. ആലോചിച്ച് നോക്ക്. വാഴക്കപ്പോ ഉണ്ടാക്കോ? ഇലയപ്പോ കുമ്പളപ്പോ? കുമ്പളപ്പോ നമ്മളതിനെ പറയണ തെരളിയപ്പോന്ന്. തെരളിയപ്പോ? നമ്മള് തെരളിയപ്പോ എന്നാണ് പറയണ. തെരളിയപ്പോ? ഓ, തെരളിയപ്പോ. അത് ശിവരാത്രി തന്ന്. നാളെ അതുണ്ടാക്കൂല്ലേ? ഉണ്ടാക്കും. അതുണ്ടാക്കിയാ മതി. ആറ്റോക്കോലി പൊങ്കാലയില പോവില്ലേ? പോണ്. പറ്റുമെങ്കിൽ പോവും. ചട്ടുവും തുടച്ചോണ്ട് പോവും. ചട്ടുവും തുടച്ചോണ്ട? ചട്ടുവാൻ തുടച്ചോണ്ട് പോകുന്നു. പറ്റുമെങ്കിൽ പോകുന്ന് പറഞ്ഞപ്പോ ഇതെന്തൊരിത്? വെച്ചോണ്ട് പോവും. ചവിരിയൊക്കെ ഒട്ടിയിരിക്കണ. വെച്ചോണ്ട് പോവും. അമ്മ ഞാൻ ഇടാൻ പോവും. പൊങ്കാല ഇടാൻ പോവും. മതിയല്ല. ഇനി പറ്റുമെങ്കിൽ പോവെന്നൊക്കെ കേട്ട് തന്നെയാ പൊങ്കാലേന്ന് വല്ല വൃത്തിയാക്കാതെ അങ്ങനൊക്കെ വന്നു പോയല്ല. അയ്യോ വേല നിനക്ക്. വേല. പിന്നെ ഇതിന് ആര് കുളിപ്പിക്കും? നമ്മളല്ലാതെ നമ്മളെ വീട്ടിലെ പട്ടികളെ. ഇതിനും വേണ്ട ടിക്കിന്റെ ഒക്കെ മരുന്നുകൾ ചെയ്തിട്ടുണ്ടേ. അതാണ് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നിട്ട് ടിക്കില്ലാത്ത. നമ്മളെ എല്ലാ പിള്ളേർക്കും ടിക്കിന്റെ മരുന്ന്, പിന്നെ വൈറ്റമിൻ, പ്രോട്ടീൻ എല്ലാം കൊടുക്കും കേട്ടാ. നമ്മള് അങ്ങനെ ബ്രീഡിങ് അല്ലെങ്കിൽ എന്താ പറയാ ബിസിനസ് അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ ഇതിനൊക്കെ വാരി കൊടുക്കേണ്ടത് കഴിഞ്ഞ്. പ്രസവം നിർത്തിയ 3 പേരുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇഷ്ടമാണ് നമുക്ക്. നമ്മുടെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിയോ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ആശാന് റോട്ടിനോടാണ് ക്രൈസ്. പണ്ടൊരു നന്ദിനി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. അതിനറിയാമോ അമ്മ? പണ്ട് നിങ്ങളമ്മ ഒരു പട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നവരായിരുന്നല്ല, കറുത്ത ഒരു പട്ടിയെ. അറിഞ്ഞൂടല്ലേ? അത് ഇവിടെ ഇട്ടല്ല, ചേട്ടൻ നിന്നത് മാമന്റെ വീട്ടിലാണ്. അവിടെ നിന്നിട്ടാണ് അതിനെ വളർത്തിയിരുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഇവരുണ്ടായിരുന്നെന്ന് പറഞ്ഞേക്കാം. നല്ലൊരു ഇതായിരുന്നു റോട്ട് നന്ദിനി. അതുകൊണ്ട് കറുത്ത പട്ടിയല്ലേ? ഓ, കറുത്ത പട്ടി. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ കറുത്ത പട്ടി എന്ന് പറഞ്ഞാ? എനിക്കറിഞ്ഞു. കറുത്ത പട്ടിയല്ലേ, ഞാൻ ഇവിടെ കണ്ടിട്ടില്ലെന്ന്. കള്ളം പറയാണെന്ന് ആരും വിചാരിക്കല്ലേ. കറുത്ത പട്ടിയില്ലേ ഈ വലിയ പട്ടിയെ കാണാൻ. അമ്മ ആ ബക്കറ്റ് ഇങ്ങ് എടുത്തോണ്ട് അമ്മ. ചവറെടുക്കണ ബക്കറ്റ്. സോപ്പൊന്നും ഇട്ടപ്പോഴേ മുടിയൊക്കെ വെളുക്കണം. അപ്പൊ എന്തുമാത്രം അഴുക്ക് എന്റെ ചെറിയ നിന്റെ ദേഹത്ത്. എണീക്കൂല, എന്നെ കൊന്നാലും ഞാൻ എണീക്കൂല.
തുണി കഴിവും പോലെയാണ് ഞാൻ അല്ല തുണി കഴിവും പോലെ അങ്ങനെ കഴിവല്ലേ വൃത്തിയാവുള്ളൂ. കാര്യം കുറെ മുടിയുണ്ട് ഇതിന്റെ ദേഹത്ത്. സോപ്പ് പോലെ കുറച്ച് സമയം എടുക്കും. ഒന്ന്, എല്ലാത്തിനും മുടിയുണ്ട്. 2, എണീറ്റ് വരൂല. വേണ്ട, ഇങ്ങനെ കിടക്കും. നിങ്ങൾ എന്തോ ചെയ്തോ ഞങ്ങൾ എണീക്കൂല എന്നും പറഞ്ഞു. എല്ലാം ഇങ്ങനെ കിടന്നേ തരത്തുള്ളൂ. ഇത് കഴുകണം. വേണ്ടമ്മേ, പട്ടീരെ മുടിയിടാനാണ്. അവിടെ കൊണ്ട് ആ കൊണ്ട് അത് ഞാൻ തീയിടാം കുറച്ച് നാല്. പിന്നെ കൈ അത്ര മുടിയായി. എന്നാ ഞാൻ തീയിട്ടോളാം. തീയിട്ടില്ലെങ്കിൽ പറക്കും. പോകില്ല. മഴക്കാലം പൊങ്കാലയാടാ പോണേ. ഉജ്ജയനം കൊണ്ടത്ത് പൊങ്കാലയാടാ പോണേ. എന്തമ്മ? ഉജ്ജയനം കൊണ്ടത്ത് പൊങ്കാലയാടാ പോണേ. ഉദയന്നൂരാ? ശിവരാത്രിക്ക് ഇടണം. അത് ശരിയാട്ടാ. ഉദയന്നൂർ കോവിലില് ശിവരാത്രി തന്ന പൊങ്കാല അന്ന് ഞാൻ പോകും. ഉദയന്നൂർ തൊഴാൻ പോയിരുന്നു. ഉദയന്നൂർ എന്ന് പറയുന്നത് ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ട്, നാലാഞ്ചിറ. അതിന് നിങ്ങൾ വരണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനമ്മ? എനിക്ക് കൊണ്ടുപോകില്ലേ അമ്മ, എനിക്ക് പിടിച്ചേറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോയില്ലെന്ന് ചോദിക്കും. ഞാൻ പോയില്ല. ഇത് തന്നെ. എന്നിട്ട് അമ്പലത്തിൽ പോവാൻ വിളി സമയത്ത് ഞാൻ ചോദിക്കും, അമ്മ ഞാൻ അമ്പലത്തിൽ പോണ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ പറയും, നീ പെണ്ണന്റെ പാട്ടിന് എന്ന് പറയും. നല്ല കട്ടിയുള്ള കമ്പിളി പുതപ്പ് കഴിവണ സുഖം. ഇപ്പൊ എല്ലാ ബാൻഡുകള് എന്റെ മുഖം ഇങ്ങനെയാണല്ലേ? എന്നാ ആദ്യമായിട്ടാണ്, ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എന്റെ മുഖം ഇങ്ങനെയാണെന്ന് ഞാൻ അറിയണത്. അയ്യോ പൊന്നപ്പാ. നമ്മുടെ വീടിനടുത്താണ് ഉദയന്നൂർ ശിവക്ഷേത്രം. ഇവിടുന്ന് 1 കിലോമീറ്റർ താഴെയായിട്ട്. അപ്പൊ നമ്മള് ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. കൊടിയേറ്റത്തിന്റെ അന്ന് പോയിരുന്നു. ഒരുപാട് പേര് അമ്മയെ ചോദിച്ചു, അമ്മ വന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, കൊടിയേറുന്ന ദിവസമല്ലേ. അപ്പൊ അന്ന് അമ്മയോട് അമ്മ വരുന്നില്ല. അപ്പൊ ഞാൻ അപ്പൊ പോണ സമയത്ത് ചോദിച്ചാൽ, അമ്മ ഞാൻ ഉദയന്നൂർ വരുന്നുണ്ടോന്ന്. വരണില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അമ്മ വരുള്ളൂ, അല്ലാണ്ട് നമ്മൾ വിളിക്കുന്ന എല്ലായിടത്തും വരത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടന്ന് കൊണ്ടുപോയില്ല. അപ്പൊ അവിടെ പൊങ്കാലയുണ്ട് ഉദയന്നൂർ. എനിക്കൊന്ന് കഴിഞ്ഞ വർഷമോ അതിന്റെ അങ്ങേ വർഷം തൊട്ടാൻ കണ്ടാണ് അവിടെ പൊങ്കാല തുടങ്ങിയത്. അങ്ങനെ അല്ലെങ്കിൽ സാധാരണ ശിവക്ഷേത്രത്തിൽ പൊങ്കാല കുമ്പിട്ടിരിക്കണം, കുമ്പിടി പൊങ്കാല ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ പൊങ്കാലുണ്ട്. ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് പോണം. ഞായറാഴ്ചയാണ് പൊങ്കാല. പോണം. മുഖം കണ്ടപ്പം മറ്റേ ഈ കുഞ്ഞു മറ്റേ ക്യൂട്ട് പാട്ടുകളൊക്കെ ഓർമ്മ വന്നു. പിന്നെ നീ കഴിവ വന്നിട്ട് ചെയ്യാനിട്ട് വാ. ഞാൻ അവിടെ പോയില്ല. നിന്ന് കാല് കഴിച്ചല്ലേ? പോയി. സംഭവം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി വന്നേണ്. പക്ഷെ ഇതിപ്പോഴൊന്നും തീരൂല, അതിൽ നിന്ന് മാറണില്ല എന്ന് മനസ്സിലായപ്പോ പോയതാ. ഇനി അവിടെ പോയി കുറച്ചേരം ഇരിക്കും. അടുത്ത പറ്റിയും കൂടെ ഞാൻ എടുത്താ ശോഭനയുടെ സ്വഭാവം മാറും. അയ്യോ, ഞാൻ നിർത്തി, 2 വരയിൽ നിർത്തി. ഇത് പിന്നെ കുളിപ്പിക്കണമെന്നുണ്ടായത്. ഇനി അവളെ ഉണങ്ങിയിട്ട് ചീകുവേ. ഉണങ്ങിയിട്ട് ചീകുമ്പം ഈ നനഞ്ഞ മുടിയൊക്കെ എല്ലാം കൂടി സെറ്റായിരിപ്പുണ്ടാവും. അപ്പൊ നല്ല എളുപ്പമായിരിക്കും. ഉണങ്ങിയിട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ അവളെ സുന്ദരി ഫോട്ടോ കാണിച്ചു തരാവേ, വീഡിയോ. ഓർമ്മിക്കുമെങ്കിൽ, അല്ലെങ്കിൽ സമയം കിട്ടുമെങ്കിൽ കാണിച്ചു തരാം. മറന്നു പോണോ മാത്രമല്ല, മറക്കണതല്ല, ഓർക്കും, പക്ഷെ സമയം കിട്ടൂല. അപ്പം പറ്റൂല. ഇവർക്കൊന്നും ടിക്കില്ല. പിന്നെ കണ്ടില്ലേ, ഈ മുടിയിൽ ഒട്ടിയിരിക്കണ എന്താ കല്ലും മണ്ണും വരെ ഒട്ടിയിരിക്കുന്ന. ഭഗവാനെ, ഒക്കെയാണ്. അതിപ്പം ചീകുമ്പോ ഇളവും. ഇരിക്കണ 1 ഇഞ്ച് അനങ്ങണില്ല. ചെറി ശരിയാക്കാമോ എന്തോ. ചെറി മുഖം കാണിച്ചോട്. ഇങ്ങനെയാണ് ചിച്ചുവിന്റെ മുഖം ഇരിക്കുന്നതെന്ന് പറ. ദാ വന്നിരിക്കുന്നു, നിന്ന് തളന്ന്. ഇനി അതിനെ കൂടെ ആക്കിട്ട് വന്നേ. ഓക്കെ.